ഇപ്പോൾ ഈയിടെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനവും ജാഥയും സമ്മേളനമൊക്കെ ജന്തർ മന്ദറിൽ നടന്നു. അപ്പോൾ അവിടെ അവരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് അമെൻമെൻറ്റ് ബിൽ, അതിനെതിരെ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സെഷന് മുമ്പ് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുക, അതിനാകുന്നത്ര ശക്തിയോടുകൂടി എതിർക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അജണ്ട. അതിൽ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന പാർട്ടികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ്, DMK, CPM, CPI, മുസ്ലിം ലീഗ്, NCP, RJD, SP, AAP, AIMIM, JMM, ശിവസേന, TMC, ബിജു ജനതാദൾ എല്ലാവരും ഉണ്ട്. ഇത്രയും ആൾക്കാർ ഇതിനെ എതിർക്കാൻ നിൽക്കുമ്പോൾ BJPയുടെ കൂടെ ചുരുക്കം ചിലരും മാത്രമാണ് ഈ അമെൻമെൻറ്റിന് വേണ്ടി നിലകൊള്ളുന്നത്. ഈ സാഹചര്യത്തിൽ BJPയെ പോലെ ഇങ്ങനെ ഒരു പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഈ വഖഫ് വെച്ച് എന്തെല്ലാം കളികൾ നടന്നേനെ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? അല്ല, അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിന്നു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഇവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതും ജന്തർ മന്ദറിലെ അവരുടെ യോഗം ഒരു വിജയം എന്ന് പറയാനില്ല. പഴയ പോലെയുള്ള പഴയ ഷാഹിൻ ബാഗ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അത് ഏശിയില്ല, അത്രയ്ക്ക് ആൾ കൂടിയില്ല. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികളാരും തന്നെ അവിടെ പോയില്ല. പിന്തുണയൊക്കെ ഉണ്ട്, പക്ഷെ പോയില്ല. ലോക്സഭയിൽ കുറേ ബഹളമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ BJP ധൈര്യമായിട്ട് ആ അമെൻമെൻറ്റ് ആക്ട് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കണം. അത് മാർച്ച് 31 മുമ്പ് അവർ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ആകെ അതിലൊരു ക്യാച്ച് ഉള്ളത്, ഈ അമെൻമെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് ഒരുപാട് പേര് പ്രതീക്ഷിച്ചു. അത് എനിക്കത്ര വലിയ ബോധ്യം വരുന്നില്ല. കാരണം മുനമ്പം ഇതിന് മുമ്പുള്ള ഒരു ഡിസ്പ്യൂട്ടാണ്, അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പുള്ള ഡിസ്പ്യൂട്ട്. അപ്പോൾ അമെൻമെൻറ്റ് വരുമ്പോൾ അമെൻമെൻറ്റ് പ്രോസ്പെക്റ്റീവായിട്ടല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, റിട്രോസ്പെക്റ്റീവായിട്ട് പറ്റില്ല. ഇപ്പോൾ 50 വർഷം മുമ്പ് മരുമക്കത്തായ സമ്പ്രദായം വഴി നമ്മൾ വീതിച്ചു കൊടുത്ത സ്വത്ത്, മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആക്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് ആ സ്വത്തെടുത്തിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തു. ഇനി അങ്ങോട്ടുള്ളത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സാധാരണ നിയമങ്ങളിൽ സംഭവിക്കുന്നത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് നിയമത്തിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ അത് എവിടം വരെ പോകും, അതും ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വിൽ ബി ഈക്വലൻ ടു ഓപ്പണിങ് എ പെൻഡോറാസ് ബോക്സ്. പ്രോസ്പെക്റ്റീവായിട്ട് ഇനിയുള്ള വഖഫിനെ ഈ നിയമം വെച്ച് പല മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജന്തർ മന്ദറിൽ അന്നത്തെ ഒരു പ്രമുഖ പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ അസാദുദ്ദീൻ ഒവൈസി ആയിരുന്നു. അതായത് AIMIMൻ്റെ ചീഫും ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദ് മുസ്ലിമീൻ്റെ ചീഫ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കുറേ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതായത് ഭീഷണി TDPയോടും JDയോടും അതേപോലെ LJPയോടും ആയിരുന്നു. അവരോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ക്രിട്ടിക്കൽ ജങ്ഷറാണ്, ഈ ബില്ലിന് അനുകൂലമായിട്ട് നിങ്ങൾ നിലകൊണ്ടാൽ മുസ്ലിം സമുദായം ഇത് ഒരിക്കലും മറക്കില്ല, അതിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് വേണം ഇതിൽ ഇടപെടാനും ഇതിന് സപ്പോർട്ട് പറയാനും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവരെയൊക്കെ ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് മോസ്കുകളെയും ദർഗ, സിമെട്രി മുതലായവയൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി മുഴുവൻ തട്ടിയെടുക്കാനാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ആണെന്നൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ കാലത്ത് പറഞ്ഞിരുന്ന ഭീഷണിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പലരും പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തികച്ചും ഒരു ദുഷ്പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ AIMIM ചീഫ് അസാദുദ്ദീൻ ഒവൈസിക്കൊക്കെ ഇങ്ങനെ ജനങ്ങളെ എത്ര നാൾ പറ്റിക്കാൻ പറ്റും? അല്ല, ഒവൈസി വാസ്തവത്തിൽ BJPയെ സഹായിക്കുന്ന ഒരാളാണ്. അതെ, ഒവൈസി ഡൽഹിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് ആ നിയോജകമണ്ഡലത്തിൽ BJP ജയിച്ചു. നിർത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP തോറ്റുപോയാണ്. വെറുതെ അല്ല ഒവൈസിയെ BJPയുടെ B ടീമാണെന്ന് മറ്റുള്ളവർ
മറ്റ് മുസ്ലിം വോട്ട്സ് സ്പ്ലിറ്റ് ആക്കണമെന്നാണ്. മുസ്ലിം വോട്ട്സ് അയാൾ സ്പ്ലിറ്റ് ആക്കുന്നു. അയാൾക്കോ ജയിക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ വിജയസാധ്യത ഇല്ലാതെയാക്കുന്നു. ഇയാളുടെ കയ്യിൽ ഒരു 11,000 കോടിയോളം വിലമതിക്കുന്ന വഖഫ് വസ്തുക്കൾ ഇയാൾ ഹൈദരാബാദിൽ കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇയാൾ പറയുന്ന മസ്ജിദ്, ദർഗ ഇതുപോലെ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ ഒക്കെ തട്ടിയെടുക്കുന്നതാണ്. വാസ്തവത്തിൽ ഇതൊന്നും മുസ്ലിം സ്ഥാപനമല്ല. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലിരിക്കുകയും ആരാധനയ്ക്കുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തതാണ് പല ഈ മോണുമെൻറ്റ്സ് എല്ലാം. ഇപ്പോൾ ഹുമയൂൺസ് ടോംബ് ഡൽഹി, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കണം, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കണം, ഹുമയൂണിനെ കുഴിച്ചിട്ടത് അവിടെയാണെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ASI ഓക്കെ ആയിക്കുമെന്ന് പറയും. ഇപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. താജ്മഹലിൽ വെള്ളിയാഴ്ച തോറും നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് താജ്മഹൽ മുസ്ലിങ്ങളുടെ അല്ല, താജ്മഹൽ പൊതുസ്വത്താണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയാണ്. ഇതുപോലെ ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ. ബട്ട് അവരുടെ പൂജാ പരിപാടിയൊക്കെ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറയും. ബട്ട് അത് പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗമുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയാണ്, അല്ലാതെ ഇതൊന്നും വഖഫ് ബോർഡിൻ്റെ അല്ല. ചിലതൊക്കെ വഖഫ് ബോർഡിൻ്റെ ആണ്, പക്ഷേ അത് വഖഫ് ബോർഡിനും അബ്സല്യൂട്ട് പവറൊന്നും എല്ലാ സ്ഥലത്തും ഇല്ല. ഈ മുസ്ലിങ്ങളുടേതായത് എന്തും വഖഫ് ബോർഡിൻ്റെ ആണ്, അല്ലെങ്കിൽ റിവേഴ്സായിട്ട് വഖഫ് ബോർഡിൻ്റെ എന്തും മുസ്ലിങ്ങളുടെയാണ്. ഇങ്ങനെയുള്ള ധാരണയൊന്നും പാടില്ല. അതേപോലെ അന്നത്തെ ശ്രദ്ധേയമായ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് സമാജ്വാദി പാർട്ടി നേതാവ് അസംഗഡിൻ്റെ MP ആണ് ധർമ്മേന്ദ്ര യാദവ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരെ നേടാനായിട്ട് ഞങ്ങൾ SP-കാർ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം പൊളിറ്റിക്കൽ റെട്ടറിക്കാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇതെന്തോ വലിയ അതോറിറ്റിയാണെന്ന് ഒന്നുമല്ല. കോൺപൂരിലെയും ഡൽഹിയിലെയും സൂപ്പർ പണക്കാരായ 5-8 മുസ്ലിങ്ങളുണ്ടാക്കിയ ചെറിയൊരു സംഘടനയാണ് പേഴ്സണൽ ലോ ബോർഡ്. അത് രജിസ്റ്റേർഡ് സംഘടന പോലുമല്ല. ഒരു സംഘടന മിനിമം രജിസ്ട്രേഷൻ വേണമല്ലോ. രജിസ്ട്രേഷൻ ഇല്ലാതെയും പ്രവർത്തിക്കാം, അൺരജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ. ബട്ട് അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്, ഇറ്റ്സ് നോട്ട് ഈവൻ എ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ. അവർക്ക് ആൾക്കാരൊന്നുമില്ല, ബട്ട് അവരുടെ കയ്യിൽ നല്ല കാശുണ്ട്. ഇന്ത്യയിൽ എവിടെ ഇസ്ലാമിക സംബന്ധമായ ഏത് കേസ് വന്നാലും ഈ പേഴ്സണൽ ലോ ബോർഡ് വന്ന് കക്ഷി ചേരും. എന്നിട്ടൊരു 1500 പേജുള്ള കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യും. ഇത് വായിച്ച് തീരാൻ തന്നെ സമയമെടുക്കുക, ആ കുഴപ്പമുണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പണി. അത് ഇവർക്കൊന്നും ഒരു വിലയുമില്ല, മുസ്ലിം സമുദായത്തിൽ ഒരു സ്വാധീനവുമില്ല. അതേപോലെ കോൺഗ്രസ് ലീഡർ പഴയ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ സൽമാൻ ഖുർഷിദ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ വരുത്തുന്ന മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല, അതുകൊണ്ട് ഈ പറയുന്ന നടപടിയിലേക്ക് അതിൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസ് ലീഡർ ഇത് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1995 40ാം അനുച്ഛേദം കൂട്ടിച്ചേർത്തതാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് നടക്കുകയാണ്. ഒരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് തെറ്റാണെന്ന് അവർ കരുതുന്നില്ല, അതാണ് ശരി എന്ന് കരുതുന്നു. സൽമാൻ ഖുർഷിദ് സുപ്രീം കോടതിയിലെ നല്ലൊരു വക്കീലാണ്. അതേസമയം ഇപ്പുറത്ത് തരക്കേടില്ലാത്തൊരു കോൺഗ്രസ് പൊളിറ്റീഷ്യനുമാണ്. അപ്പോൾ അങ്ങനെ രണ്ടുമൊക്കെ പറയും. ഈ ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ ഉള്ളത് വെറുതെ ഈ ചായക്കടയിൽ നിന്ന് തർക്കിക്കുന്നവർ പോലും ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറയും. ആരും ഈ സാധനമൊന്നും കണ്ടിട്ടില്ല, എന്താ ഇതിന് വിരുദ്ധം, ഇറ്റ്സ് ഓൾ കണ്ടൻഷ്യസ് ഇഷ്യൂ. അപ്പോൾ അതൊക്കെ അവർ വിളിച്ചു പറയും അവരുടെ സമരത്തിൻ്റെ ആവശ്യത്തിലേക്കായിട്ട്. ബട്ട് ഞാൻ പൊതുവെ നോക്കുമ്പോൾ ഈ സമരം വിചാരിച്ച പോലെ ക്ലച്ച് പിടിച്ചില്ല. അതിനൊരു കാരണം യോഗി ആദിത്യനാഥാണ്. യോഗിയുടെ അവിടെ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്ന സ്ഥലം അത് വഖഫിൻ്റെ ആണെന്നൊരു ക്ലെയിം വന്നിരുന്നു, അത് പിൻവലിച്ചു. വേറൊരു ഉദയപ്രതാപ് ടെമ്പിൾ അതിൻ്റെ ഭൂമിയും വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിരുന്നു, ആ ക്ലെയിമും പിൻവലിച്ചു. മറ്റെല്ലാ സ്ഥലത്തും വഖഫ് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഉത്തർപ്രദേശിൽ വഖഫ് ഭൂമി ഓരോന്നോരോന്നായിട്ട് അവർ ക്ലെയിം വിഡ്രോ ചെയ്യുക. അപ്പോൾ ആ ഒരു യോഗി ഇഫക്റ്റാണ് ഈ സമരത്തെയും ബാധിച്ചത്. ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് തൊട്ടടുത്താണ് നോയിഡ തുടങ്ങുകയാണ്. ഡൽഹിയിലേക്ക് ഡൽഹി ഉത്തർപ്രദേശിലേക്ക് ഇച്ചിരി കയറി കിടക്കുന്നൊരു സ്ഥലം അതാണല്ലോ ഡൽഹി. ആകെ ഇട്ടാവട്ടമേ ഉള്ളൂ. അപ്പോൾ ആ യോഗി ഇഫക്റ്റ് വരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. യോഗി ഇഫക്റ്റ് അവിടെ ധാരാളം ഉണ്ട്. പക്ഷേ 2019 മുതൽ നമ്മുടെ മുനമ്പത്തെ ആൾക്കാർ കഷ്ടപ്പാടിലാണ്. ഇവിടെ പക്ഷേ LDFൻ്റെയും UDFൻ്റെയും ഒരു അടിമുടി കാപട്യമായിട്ടുള്ള സമീപനമാണ്. അവർ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. ഈ യോഗി ആദിത്യനാഥ് അവിടെ ഡൽഹിയിലെയും UP-യിലെയും കാര്യമൊക്കെ കുറേ പരിഹരിച്ചോളും. പക്ഷെ ഇവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അതാണ് നമ്മുടെ അല്ല, ഇവിടെ പരിഹാരമുണ്ട്, അത് ചെയ്യാൻ അവർ തയ്യാറല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.